കർണാടക ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായുള്ള മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വ്യാജമെന്ന നിഗമനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റിലായ CH ചിന്നയ്യയെ ബൽത്തങ്ങാടി മജിസ്ട്രേറ്റ് കോടതി 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. മകളെ കാണാതായെന്ന പരാതിയിൽ പരസ്പര വിരുദ്ധ പ്രതികരണങ്ങളാണ് സുജാത ഭട്ട് നടത്തുന്നത്. 17 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. മൊഴികളിലെ വൈരുദ്ധ്യവും കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളുമാണ് അറസ്റ്റിന് പിന്നിലെന്നാണ് സൂചന. വെളിപ്പെടുത്തലിന് മുമ്പ് വൻ ഗൂഢാലോചന നടന്നതായും പോലീസ് സംശയിക്കുന്നു. ബെൽത്തങ്ങാടി പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 10 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ വിട്ടു. ഇതിനിടെ മകളെ ധർമ്മസ്ഥലയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായെന്ന് പരാതി നൽകിയ സുജാത ഭട്ട് തനിക്ക് അങ്ങനെ ഒരു മകളില്ലെന്ന് യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും സുജാത ഭട്ട് പറഞ്ഞു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ സുജാത ഭട്ട് ഈ പ്രതികരണം മാറ്റി. തനിക്ക് മകളുണ്ടെന്നും അന്വേഷണ സംഘത്തിന് മുമ്പിൽ തെളിയിക്കുമെന്നുമായിരുന്നു ഭട്ടിന്റെ പ്രതികരണം. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രി G പരമേശ്വരയും പറഞ്ഞു. 24 ചെന്നൈ.